ഇവിടെ ഒരു MLA ആരോപണ വിധേയനായിരിക്കുന്നു. നിസ്സാര ആരോപണമാണോ? ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്നൊക്കെ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്. പെർപിച്വൽ ക്രിമിനൽ എന്ന് ചിലരെ കുറിച്ച് പറയാറുണ്ട്. ആ നിലയിൽ ഒരു സ്ഥിരം കുറ്റവാളി എന്ന നിലയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരാള് ഇന്ന് കേരളത്തിലെ നിയമസഭയിലെ അംഗമായിരിക്കുന്നു. എത്ര അപമാനകരമായിട്ടുള്ള സാഹചര്യമാണ് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയമായി നേട്ടം കൊയ്യാൻ, രാഷ്ട്രീയമായി വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കാൻ ഈ നടപടികളെ മുഴുവൻ പൂഴ്ത്തിവെക്കാനും കുറ്റവാളികളെ സംരക്ഷിക്കാനും ഇന്നാട്ടിലെ സ്ത്രീ സമൂഹത്തോട് ഒരു വെല്ലുവിളി എന്ന നിലയിൽ ഇത് അനുവദിക്കില്ല എന്ന് തന്നെ ഈ നാടിന് പറയേണ്ടതായിട്ട് വരും. നമുക്ക് ഇക്കാര്യത്തിൽ ഒരൊറ്റ കാര്യം അതിശക്തമായി ആവശ്യപ്പെടാനുണ്ട്. ഇവർക്കുള്ള ഉത്തരവാദിത്വം ഈ നാടിന് മുമ്പിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ കൈയൊഴിയാൻ സാധിക്കുമോ? ഭരണഘടനാപരമായ പദവിയിലാണ് ഇരിക്കുന്നത്. വേറെ ഏതെങ്കിലും ആളുകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെടുന്ന പോലെയല്ല. ആദ്യം പരാതി കൊടുത്ത ഒരു അതിജീവിത ആ പരാതിയിൽ ചെറിയ ഭേദഗതി വരുത്തി തുടങ്ങി. അപ്പൊ സാക്ഷികളെ സ്വാധീനിക്കാൻ, പരാതിക്കാരെ സ്വാധീനിക്കാൻ, ഒത്തുതീർപ്പുകൾ നടത്താൻ ഒക്കെ ഇവർക്ക് അവസരമുണ്ടാവുന്നത് അവർ അധികാര സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു നിമിഷം മാറ്റിവെക്കാതെ MLAയുടെ രാജി എഴുതി വാങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM എന്ന് പറയുന്ന പാർട്ടിക്കും ആത്മാഭിമാനമുണ്ടോ, തന്റെ ഇടമുണ്ടോ, ആർജവമുണ്ടോ എന്നുള്ളതാണ് ഈ നാട് ചോദിക്കുന്ന ചോദ്യം.